Good morning. Good morning. Good morning, Miss. Okay, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സില് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരുന്നത്. എവിടെ വരെയാ എടുത്തു നിർത്തിയത്? കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച് എടുക്കണം. കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച് അല്ലേ? ശരി, അത്രയും വരെ ക്ലിയർ ആണോ? നമ്മള് ഹോസ്പിറ്റൽ മാർക്കറ്റിംഗിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ. ഹോസ്പിറ്റൽ മാർക്കറ്റിംഗില് പ്രധാനമായിട്ടും രണ്ട് പ്രോസസ് അല്ലെങ്കിൽ രണ്ട് മെത്തേഡുകളാണുള്ളത്, അല്ലെങ്കിൽ രണ്ട് സ്റ്റെപ്പാണ് പ്രധാനമായിട്ടും വരുന്നത് അല്ലെ. മാർക്കറ്റ് പ്ലാനിങ്ങും വരുന്നുണ്ട്, മാർക്കറ്റ് കമ്മ്യൂണിക്കേഷനും വരുന്നുണ്ട് അല്ലെ. അതില് മാർക്കറ്റ് പ്ലാനിങ് എന്ന് പറയുന്നതില് ഒരു 7 എലമെന്റ്സ് അല്ലെങ്കിൽ 7 സ്റ്റെപ്പുകൾ ഉൾപ്പെടുന്നതാണ് ഒരു മാർക്കറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ മാർക്കറ്റ് പ്ലാനിങ്ങിൽ ഉൾപ്പെടുന്ന 7 സ്റ്റെപ്സ് നമ്മൾ ഓരോന്നും നമ്പർ ഇട്ട് നിങ്ങൾ എഴുതിയിരുന്നു അല്ലെ. ജസ്റ്റ് നമ്പർ ഇട്ട് നമ്മളൊന്ന് നോട്ട് ചെയ്തായിരുന്നു. അതിൽ ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? സെറ്റ് മാർക്കറ്റിംഗ് ഗോൾസ് അല്ലെ. എന്താണ് സെറ്റ് മാർക്കറ്റിംഗ് ഗോൾസിൽ പ്രധാനമായും പറയുന്നത്? അവിടെ ഒരു സമയ പരിധി നിശ്ചയിച്ചിട്ടുണ്ട് അല്ലെ. ഒരു ഗോൾ സെറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ലക്ഷ്യം നമ്മുടെ മനസ്സിൽ സെറ്റ് ചെയ്യുമ്പോ, അല്ലെങ്കിൽ ഒരു സർവീസ്, ഒരു ഹോസ്പിറ്റൽ ആകുമ്പോൾ ഒരു സർവീസ് ആണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് അല്ലെ. ആ ഒരു സർവീസ് നടപ്പിലാക്കാനായിട്ട് നമ്മളൊരു ലക്ഷ്യം അല്ലെങ്കിൽ ഒരു ഗോള് സെറ്റ് ചെയ്യുന്ന സമയത്ത് അത് എത്ര സമയത്തിനുള്ളിൽ അത് പൂർത്തിയാക്കാൻ പറ്റണം? എങ്ങനെയുള്ളതായിരിക്കണം? എത്ര സമയത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നേടിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഗോൾ ആയിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. എത്രയാണ് അവിടുത്തെ ടൈം പീരീഡ് എന്ന് പറയുന്നത്? എത്രയാണ്? വായിച്ചിരുന്നോ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്താണ്? അതൊരു റിപ്ലൈ ചെയ്യാത്തേ? 18 മുതൽ 24 മാസം അല്ലെ. ആ ഒരു ഏകദേശം ഒരു 2 വർഷം വരെയുള്ള ഒരു കാലാവധിയാണ് കൊടുക്കുന്നത്.
ആ ഒരു 2 വർഷത്തെ കാലാവധിക്കുള്ളില് നമുക്ക് പൂർത്തിയാക്കാൻ പറ്റുന്ന രീതിയിൽ അല്ലെ, അല്ലെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലക്ഷ്യമായിരിക്കണം, അല്ലെങ്കിൽ ഒരു ഗോൾ ആയിരിക്കണം എപ്പോഴും നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു 2 വർഷം എന്ന് പറയുന്ന കാലാവധി പറഞ്ഞത്? എന്തുകൊണ്ടാണ് അവിടെ ഒരു 2 വർഷം എന്നൊരു കാലാവധി പറഞ്ഞത്? ഒരു റീസണും പറയുന്നില്ലേ? എന്തുകൊണ്ടാണ്? നിങ്ങളൊന്ന് പറഞ്ഞേ, നിങ്ങൾക്ക് എന്താണ് മനസ്സിലായെന്ന് മിസ്സിന് മനസ്സിലാവണ്ടേ? ക്ലിയർ ആണോ? അതെ, പെട്ടെന്നുണ്ടാവുന്ന ചേഞ്ചസ് അല്ലെ, അതെന്തുകൊണ്ടാണ്? നമ്മുടെ ഒരു ഹോസ്പിറ്റൽ മേഖലയിൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ മേഖലയിൽ പെട്ടെന്ന് വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ചേഞ്ചസ് അല്ലെങ്കിൽ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു മേഖലയാണ് അല്ലെ. പുതിയ പുതിയ അഡ്വാൻസ് ടെക്നോളജീസ് ഒക്കെ വരുന്നത് മൂലം ഒത്തിരി വ്യത്യാസങ്ങൾ വന്നുകൊണ്ട് പെട്ടെന്ന് വരുന്ന ചേഞ്ചുകൾ വരുന്ന ഒരു മേഖലയാണ് നമ്മുടെ ഹെൽത്ത് കെയർ ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു മേഖലയില് നമ്മൾ ഒരു 2 വർഷത്തിൽ കൂടുതൽ സമയമെടുത്ത് നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു ഗോളാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ അത് നടപ്പിലാക്കി വരുമ്പോഴേക്കും ആ ഒരു ട്രെൻഡ് എന്ത് ചെയ്തിട്ടുണ്ടാവും? കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ. പുതിയ മെത്തേഡും കാര്യങ്ങളും ഇതിനും ഉപരിയായിട്ടുള്ള നല്ല നല്ല അഡ്വാൻസ് ടെക്നോളജീസും കാര്യങ്ങളും വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഈ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന ആ ഒരു സർവീസിന് ചിലപ്പോ നല്ല വില അല്ലെങ്കിൽ വാല്യൂ കിട്ടിയെന്ന് വരില്ല അല്ലെ. അതുകൊണ്ടാണ് ഒരു 2 വർഷത്തിനുള്ളിൽ 2 വർഷത്തിലധികം വലിയ ചേഞ്ചുകൾ വരാനുള്ള സാധ്യതകൾ കുറവാണ് അല്ലെ. വലിയ മേജർ ചേഞ്ചസ് ഒന്നും വരാനുള്ള സാധ്യതകളില്ല. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, എന്നാൽ പോലും വലിയ രീതിയിലുള്ള ചേഞ്ച് വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ആ 2 വർഷത്തിനുള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഗോൾ ആയിരിക്കണം സെറ്റ് ചെയ്യുന്നത്. അതിൽ നമ്മൾ കുറച്ച് എക്സാമ്പിളുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊരു എക്സാമ്പിൾ, എപ്പോഴും ഒരു ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഭാവി കാര്യങ്ങളും കൂടി ആലോചിച്ചിട്ടായിരിക്കണം നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതിലിവിടെ എക്സാമ്പിളും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഈ ഒരു സർവീസ് നടപ്പിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഗോള്, അതായത് ഒരു സർവീസ് കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യം നമ്മൾ വെച്ച് ആ ഒരു സർവീസ് നമ്മൾ നടപ്പിലാക്കി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഈ ഒരു സർവീസ് വഴി പ്രോഫിറ്റ് ഉണ്ടാവണം അല്ലെ. ആ ഹോസ്പിറ്റലിലേക്ക് ഒത്തിരി ആളുകള് ഈ ഒരു സർവീസിന് വേണ്ടി വരണം, അതിലൂടെ നമുക്കത് വഴി പ്രോഫിറ്റ് അല്ലെങ്കിൽ ലാഭം ഉണ്ടാവുകയും വേണം അല്ലെ. ആ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഈ ഒരു ഗോള് സെറ്റ് ചെയ്യുന്നത്. അതാണ് അവിടെ എക്സാമ്പിൾ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അവിടെ എന്താ പറഞ്ഞത്? ആദ്യത്തെ 6 മാസം, അതായത് നമ്മൾ ഒരു സർവീസ് ഇംപ്ലിമെന്റ് ചെയ്താൽ ആ ഇംപ്ലിമെന്റ് ചെയ്ത നടപ്പിലാക്കിയത് മുതൽ ആദ്യത്തെ 6 മാസം ആ ഹോസ്പിറ്റലിലേക്ക് വരുന്ന പുതിയ പേഷ്യൻസിന്റെ എണ്ണത്തിൽ 5% വർധന ഉണ്ടായിരിക്കണം അല്ലെ. ദെൻ ആ ഒരു വർഷ അവസാനത്തോട് കൂടിയാവുമ്പോൾ, അതായത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ നടപ്പിലാക്കി 1 വർഷമാവുമ്പോഴേക്കും എത്ര ശതമാനം വർധന ഉണ്ടായിരിക്കണം എന്നാ പറഞ്ഞേ? എത്ര ശതമാനം വർധന ഉണ്ടായിരിക്കണം? എത്ര ശതമാനമാണ്? വെരി ഗുഡ്, 10% അല്ലെ. 10% വർധന ഉണ്ടായിട്ടുണ്ട്. ഇനി ഒരു 2 വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിലോ അവിടെ മൊത്തത്തിലുള്ള ആ ഒരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിന്റെ വരുമാനം, മൊത്ത വരുമാനം എത്ര ശതമാനം വർദ്ധിക്കണം എന്നാ പറഞ്ഞേ? 30% വർദ്ധിച്ചിരിക്കണം. ഇങ്ങനെയുള്ള ഒരു കാൽക്കുലേഷൻ വെച്ചുകൊണ്ട് നല്ല രീതിയിൽ ഇങ്ങനെയുള്ള പ്രോഫിറ്റും കാര്യങ്ങളും കിട്ടും, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇങ്ങനെയുള്ള പേഷ്യൻസ് നമ്മുടെ ഈ സർവീസിന് വേണ്ടി വരും എന്ന രീതിയിലുള്ള കാര്യങ്ങൾ കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് വേണം ഒരു ഗോള് സെറ്റ് ചെയ്യാനായിട്ട്. ക്ലിയർ ആണോ? സെറ്റ് മാർക്കറ്റിംഗ് ഗോൾസ് ഓക്കെ ആണല്ലോ. അടുത്ത വാങ്ങെടുക്കട്ടെ മിസ്? ഓക്കെ. Then second one ആണ് കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച്. മാർക്കറ്റ് റിസർച്ച് നമ്മൾ കണ്ടക്ട് ചെയ്യാണ്. എന്തിനു വേണ്ടിയാണ് ഒരു മാർക്കറ്റ് റിസർച്ച് ചെയ്യുന്നത്? ഈ ഒരു ഗോളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു സർവീസ് നമ്മൾ നടപ്പിലാക്കാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ആശയം ഉണ്ടാക്കിയാണ് വെച്ചിരിക്കുന്നത് അല്ലെ. അതുമായി ബന്ധപ്പെട്ട ഒത്തിരി ഇൻഫർമേഷൻസ് നമുക്ക് കളക്ട് ചെയ്യണം, അത് റെക്കോർഡ് ചെയ്യണം, അത് പരിശോധിക്കണം, അതിലൂടെ ആയിരിക്കണം ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ലെ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഒരു മാർക്കറ്റ് റിസർച്ച് കണ്ടെത്തുന്നു. നമ്മുടെ കോമ്പറ്റീറ്റീവ് ആയ എതിരാളികൾ ആരൊക്കെയാണ് അല്ലെ, അവരെങ്ങനെയുള്ള പ്രൊഡക്റ്റ് ആണ് കൊടുക്കുന്നത്, അതുപോലെ അവര് കൊടുക്കുന്ന സർവീസുകൾ എങ്ങനെയാണ്, അതിനും ഉപരിയായിട്ട് നമുക്ക് ചെയ്യണം. അതിനു വേണ്ടി ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. അതുപോലെ പല രീതിയിൽ ഏതൊക്കെ വിഭാഗമാണ് നമ്മുടെ ഈ ഒരു സർവീസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി വരാൻ പോകുന്നത്, എങ്ങനെയുള്ളൊരു ടാർഗറ്റ് സെഗ്മെന്റ് അല്ലെങ്കിൽ എങ്ങനെയുള്ളൊരു കൺസ്യൂമർ ഗ്രൂപ്പിനെയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്, ഇതുപോലെയുള്ള
ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഈ ഒരു മാർക്കറ്റ് റിസർച്ച് വഴി പല രീതിയിലും പല മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു, അത് എന്ത് ചെയ്യുന്നു, പരിശോധിക്കുന്നു. അതാണ് ശരിക്കും മാർക്കറ്റ് റിസർച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് അണ്ടർലൈൻ ചെയ്തിടാം. മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോട്ട് ചെയ്യണം. അതായത് മാർക്കറ്റ് റിസർച്ച് എന്താണെന്ന് ചോദിക്കാറുണ്ട്. മാർക്കറ്റ് റിസർച്ച് എന്ന് വെച്ചാൽ എന്താ? ഇസ് എ പ്രോസസ് ഓഫ് സിസ്റ്റമാറ്റിക്കലി കളക്ടിങ്, recording and examining data and information. വളരെ ക്രമാനുഗതമായിട്ട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു, അത് എക്സാമിനിങ് ചെയ്യുന്നു, പരിശോധനകൾ നടത്തുന്ന ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ഒരു പ്രക്രിയയാണ് മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്നത്. നോട്ട് ചെയ്യണം കേട്ടോ, ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. Then about customers, competitors and market. ഇനി എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ചാണ് നമുക്കൊരു മാർക്കറ്റ് റിസർച്ച് നടത്തുമ്പോൾ മനസ്സിലാവുന്നത്? അതായത് നമ്മുടെ കസ്റ്റമേഴ്സ് ആരായിരിക്കും, അല്ലെ? ഇപ്പൊ ഒരു സർവീസ് കൊണ്ടുവന്നു അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് നമ്മൾ പുതിയതായിട്ടുണ്ടാക്കി, നമുക്ക് കിട്ടാൻ പോകുന്ന കസ്റ്റമേഴ്സ് ആരായിരിക്കും, ആരൊക്കെയായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാവില്ലേ ഒരു റിസർച്ച് ചെയ്യുന്നത് വഴി, ഇല്ലേ? ആൻഡ് കോമ്പറ്റീറ്റേഴ്സ്, നമ്മുടെ എതിരാളികൾ ആരൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും, അല്ലെ? ആൻഡ് മാർക്കറ്റ്, ഇപ്പോഴുള്ള മാർക്കറ്റ് അല്ലെങ്കിൽ വിപണിയിലെ സാധ്യതകൾ എങ്ങനെയാണ് എന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഒരു മാർക്കറ്റ് റിസർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ്, നമ്മുടെ എതിരാളികൾ ആരൊക്കെയാണ്, മറ്റെതിരാളികൾ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. മാർക്കറ്റ് അല്ലെങ്കിൽ നിലവിൽ ഇപ്പോഴത്തെ മാർക്കറ്റ് അല്ലെങ്കിൽ വിപണിയുമായി ബന്ധപ്പെട്ട എല്ലാ വിപണി സാധ്യതകളെയും കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ നമുക്ക് ലഭിക്കാൻ പോകുന്ന കസ്റ്റമേഴ്സിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലെ? Then it can be used to decide which portion of the population will buy a product or service based on variables such as age, gender, location and income level. It can be used to decide. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ച്, കസ്റ്റമറിനെ കുറിച്ച്, അവരുടെ ആവശ്യകത, അവർക്ക് എങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ആവശ്യം എന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുമായിട്ട് ചിലപ്പോൾ നേരിട്ടുള്ള ഡിസ്കഷനിലൂടെ ആവാം, ഇന്റർവ്യൂസിലൂടെ ആവാം, സർവേകളിലൂടെ, അങ്ങനെ പല മെത്തേഡുകളിലൂടെ അവരുടെ ആവശ്യകതകൾ എന്താണെന്ന് നമ്മൾ ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്, അത് പരിശോധിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വഴി നമുക്ക് എന്തിനെ കുറിച്ചുള്ള ഒരു തീരുമാനം എടുക്കാൻ പറ്റും? യൂസ് ടു ഡിസൈഡ് വിച്ച് പോർഷൻ ഓഫ് ദ പോപ്പുലേഷൻ, നമ്മുടെ ജനസംഖ്യയുടെ അല്ലെങ്കിൽ നമ്മുടെ ജനസമൂഹത്തിലെ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് വാങ്ങാൻ തയ്യാറായി വരുന്നത്. സച്ച് ആസ് ഏജ്, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏജിലുള്ളവരായിരിക്കാം, അല്ലെ? അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ജെൻഡറിലുള്ളവരായിരിക്കാം, അല്ലെ? ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിലുള്ളവര്, ഒരു പ്രത്യേക ഏരിയയിലുള്ളവരായിരിക്കാം. ആൻഡ് ഇൻകം ലെവല്, ഒരു പ്രത്യേക ഇൻകം ലെവലിലുള്ളവരായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി കൺസിഡർ ചെയ്ത് വേണം നമ്മളൊരു സർവീസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഇങ്ങനെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു തീരുമാനം എടുക്കാനായിട്ട് ഈ ഒരു മാർക്കറ്റ് റിസർച്ച് ചെയ്യുന്നത് വഴി നമുക്ക് സാധിക്കുന്നുണ്ട്. മാർക്കറ്റ് റിസർച്ച് ഈസ് നോർമലി പ്രൈമറി ഓർ സെക്കൻഡറി. അടുത്തതായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് അതാണ് കേട്ടോ. മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്നാമത്തത് പ്രൈമറി റിസർച്ച്, പ്രൈമറി മാർക്കറ്റ് റിസർച്ച് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ സെക്കൻഡറി മാർക്കറ്റ് റിസർച്ച് ആയിട്ട് ചെയ്യാം. രണ്ടിലൂടെയും നമുക്ക് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റും. അതില് പ്രൈമറി മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്നത് കൺസിസ്റ്റ് ഓഫ് ടെസ്റ്റിംഗ് ലൈഫ് സർവീസ്, ഫീൽഡ് ടെസ്റ്റ്, ഇന്റർവ്യൂസ് ഓർ ഒബ്സർവേഷൻ. എന്താണ് ഇവിടെ നമ്മൾ പ്രൈമറി മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്തൊക്കെ മെത്തേഡുകളിലൂടെയാണ് ഇവിടെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത്? സർവേകൾ ചെയ്ത്, അല്ലെങ്കിൽ ഫീൽഡ് ടെസ്റ്റുകൾ ചെയ്ത്, അല്ലെ? നിങ്ങളുടെ വീട്ടിലൊക്കെ സർവേ എടുക്കാൻ ആളുകൾ വരാറില്ലേ? കണ്ടിട്ടുണ്ടോ? ഉണ്ട് അല്ലെ? സർവേ പലതരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് അവര് സർവേയിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, പല ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും, അല്ലെ? അതുപോലെ ഫീൽഡ് ടെസ്റ്റുകളിലൂടെ, ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒബ്സർവേഷൻ, നേരിട്ട് അവരോട് പല ആളുകളുമായിട്ട് ഇന്റർവ്യൂസ് നടത്തുന്നതിലൂടെ, അല്ലെങ്കിൽ ഒബ്സർവേഷൻ, പല ആളുകളുടെയും സ്വഭാവങ്ങളും അടുത്ത ഓരോ കാര്യങ്ങളും നിരീക്ഷിക്കുന്നതിലൂടെ നമുക്ക് കുറെ ഇൻഫർമേഷൻസ് കിട്ടും, അല്ലെ? അതാണ് പ്രൈമറി മാർക്കറ്റ് റിസർച്ച്. അതിൽ എന്തൊക്കെ ഉൾപ്പെടുത്തുന്നുള്ളതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ടെസ്റ്റിംഗ് ലൈഫ് സർവേസ്, ഫീൽഡ് ടെസ്റ്റ്, ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒബ്സർവേഷൻസ്, ഇതിലൂടെയാണ് നമ്മൾ പ്രൈമറി മാർക്കറ്റ് റിസർച്ച് നടക്കുന്നത് എന്നൊന്ന് മനസ്സിലാക്കി വെക്കണം.
രണ്ടാമതായിട്ട് സെക്കൻഡറി മാർക്കറ്റിംഗ്. അതായത് സെക്കൻഡറി മാർക്കറ്റിംഗ് ശരിക്കും പറയുന്നത് കൺസിസ്റ്റ് ഓഫ് ടെസ്റ്റ് മാർക്കറ്റിംഗ്. നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ സ്റ്റെപ്പ് 5 ഫിഫ്ത് സ്റ്റെപ്പിൽ ഒരു ടെസ്റ്റ് മാർക്കറ്റിംഗ് പറഞ്ഞോ നമ്മൾ ജനറൽ ആയിട്ടുള്ള ആ ഒരു ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് പ്രൊസീജിയർ അല്ലെങ്കിൽ സ്റ്റെപ്പിൽ നമ്മൾ ഒരു ഫിഫ്ത് സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞത് എന്താ? ടെസ്റ്റ് മാർക്കറ്റിംഗ് ആണ് അല്ലെ. എന്താണ് ഒരു ടെസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്? എന്താണ് ഒരു ടെസ്റ്റ് മാർക്കറ്റിംഗ്? കൺസ്യൂമറിന്റെ റിയാക്ഷൻ അല്ലെ. ഒരു പുതിയ പ്രൊഡക്റ്റിനോടുള്ള കസ്റ്റമറിന്റെ അല്ലെങ്കിൽ കൺസ്യൂമറിന്റെ റിയാക്ഷൻ അല്ലെങ്കിൽ പ്രതികരണമാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്? സെക്കൻഡറി മാർക്കറ്റിംഗിലൂടെ ശരിക്കും മനസ്സിലാക്കുന്നത്. ഒരു പുതിയ പ്രൊഡക്റ്റ് വിപണിയിൽ എത്തിയാൽ അതിനോട് ഒരു കൺസ്യൂമർ അല്ലെങ്കിൽ ഒരു ഉപഭോക്താവിന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്ന രീതിയിലുള്ള ടെസ്റ്റ് മാർക്കറ്റിംഗിലൂടെ, ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ അതിലൂടെയുള്ള ഒരു ഇൻഫർമേഷൻസ് ആണ് നമ്മളിവിടെ സെക്കൻഡറി മാർക്കറ്റിംഗിൽ കളക്ട് ചെയ്യുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച്. ഏതെങ്കിലും പോയിന്റ്സ് റിപ്പീറ്റ് ചെയ്ത് പറയണമെങ്കിൽ മിസ് പറഞ്ഞുതരാം കേട്ടോ. സെക്കൻഡ് പോയിന്റോ? ഓക്കെ, സെക്കൻഡ് പോയിന്റ് പറയാലോ. അവിടെ പറയുന്നത് എന്താണ്? ഒരു മാർക്കറ്റ് റിസർച്ച് നമ്മൾ ചെയ്യല്ലേ. മാർക്കറ്റ് റിസർച്ച് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സ് ആരായിരിക്കും, നമുക്ക് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് കൊടുക്കുമ്പോൾ അതിനുവേണ്ടി നമ്മൾ ആ ഒരു സാധനം വാങ്ങാനായിട്ട് അല്ലെങ്കിൽ അത് ഉപയോഗിക്കാനായിട്ട് വരുന്ന കസ്റ്റമേഴ്സ് ഏത് രീതിയിലുള്ള ആളുകളായിരിക്കും എന്ന് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ കോമ്പറ്റീറ്റേഴ്സ്, നമ്മുടെ എതിരാളികൾ ആരാണ്? മാർക്കറ്റില് നമുക്ക് ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതേ പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ അതേ മോഡലുള്ള സർവീസുകളൊക്കെ കൊടുക്കുന്ന മറ്റാളുകൾ ഉണ്ടാവും അല്ലെ. അത് നമ്മുടെ എതിരാളികളല്ലേ, കോമ്പറ്റീറ്റേഴ്സ് അല്ലേ അവര്. നമ്മൾ അവരുമായിട്ടല്ലേ മത്സരിക്കേണ്ടി വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള വിഭാഗം ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ മാർക്കറ്റിങ്ങിനെ കുറിച്ച്, അതായത് നമ്മുടെ വിപണി എങ്ങനെയാണ്, വിപണിയിലെ പ്രൊഡക്റ്റിന്റെ സാധ്യത എങ്ങനെയാണ് മുതലായ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഇവിടെ ഒരു ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ സാധിക്കും. രണ്ടാമത് പറയുന്നത് ഇറ്റ് ക്യാൻ ബി യൂസ് ടു ഡിസൈഡ് വിച്ച് പോർഷൻ ഓഫ് ദ പോപ്പുലേഷൻ, അതായത് പോപ്പുലേഷന്റെ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്, അതായത് നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് വാങ്ങാനായിട്ട് ചിലപ്പോൾ ഒരു പർട്ടിക്കുലർ ഏജിലുള്ളവരായിരിക്കും. അപ്പൊ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ഹോസ്പിറ്റലിൽ ഒരു സർവീസ് കൊടുക്കാന്ന് വിചാരിക്കാം. ഒരു പ്രായമായവർക്ക് അല്ലെങ്കിൽ ഒരു കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു സർവീസ് കൊടുക്കും. അതൊരു പർട്ടിക്കുലർ ഏജ് ബേസ് ചെയ്തല്ലേ നമ്മൾ കൊടുക്കുന്നത് അല്ലെ. അല്ലെങ്കിൽ ഇപ്പൊ ഒരു മാർക്കറ്റിങ്ങില് നമ്മൾ എന്താണ് ഒത്തിരി ക്രീം, ഫേസ് ക്രീമും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട് അല്ലെ. അത് ജെൻഡർ തിരിച്ചല്ലേ ചിലപ്പോ കിട്ടാറ്. ഫീമെയിൽസിന് വേണ്ടി വുമൻസിന് വേറെ, ലേഡീസിന് വേറെ, ജെന്റ്സിന് വേറെ, അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ കിട്ടാറില്ലേ? ഉണ്ടോ? നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ അല്ലേ? അങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അപ്പൊ അവിടെ ആ ഒരു പ്രൊഡക്റ്റ് ഇപ്പൊ ഒരു വുമൻസ് അല്ലെങ്കിൽ ലേഡീസിന് വേണ്ടി ഒരു പ്രൊഡക്റ്റ് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ അവിടുത്തെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ഏത് വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കും? ലേഡീസ് ആയിരിക്കും അല്ലെ. അത് ജെന്റ്സ് വാങ്ങേണ്ട കാര്യമുണ്ടോ? ഇല്ല അല്ലെ. അതുപോലെ തന്നെ ജെന്റ്സിനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആണുങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്, അവർക്ക് യൂസ് ചെയ്യാനായിട്ടുള്ള ക്രീമോ കാര്യങ്ങളോ ആണ് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ അവരുടെ കസ്റ്റമർ വിഭാഗം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു പോപ്പുലേഷൻ വിഭാഗം എന്ന് പറയുന്നത് ജെന്റ്സ് ആയിരിക്കും അല്ലെ. അതുപോലെ ഏത് രീതിയിലുള്ള പ്രൊഡക്റ്റ് ആണോ നമ്മൾ ഉണ്ടാക്കുന്നത് അതിന് ആ ഒരു പർട്ടിക്കുലർ സർവീസ് അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിന്റെ ബേസിസിൽ ചിലപ്പോൾ ഒരു പർട്ടിക്കുലർ ഏജിലുള്ളവർക്കായിരിക്കും ആ ഒരു സർവീസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് യൂസ്ഫുൾ ആവുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പർട്ടിക്കുലർ ജെൻഡറിലുള്ളവരായിരിക്കും. ഇപ്പൊ മിസ് പറഞ്ഞ പോലെ ജെന്റ്സിനും ലേഡീസിനും വേറെ ആയിരിക്കാം. അല്ലെങ്കിലോ ഒരു ലൊക്കേഷൻ ബേസ് ചെയ്തിട്ടായിരിക്കും. ആ ഒരു ലൊക്കേഷനിലുള്ള ഒരു സർവീസ് ഒക്കെ കൊടുക്കുമ്പോൾ ഒരു ഹോസ്പിറ്റൽ, നമ്മളെ ഏറ്റവും അടുത്ത ഹോസ്പിറ്റലിലല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ സർവീസ് വേണ്ടി പോവാ
ആണോ? നിങ്ങൾ അങ്ങനെയല്ലേ പോവാറ്? നമ്മുടെ ഏറ്റവും അടുത്ത ഹോസ്പിറ്റൽ, നിയർ ബൈ ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഏതാണോ അവിടുത്തെ സർവീസിന് വേണ്ടിയല്ലേ നമ്മൾ പോകുന്നത്. അപ്പൊ ആ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനെ ബേസ് ചെയ്തായിരിക്കും ചിലപ്പോൾ നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇൻകം ലെവലിലുള്ളവര് ഒത്തിരി വിലയ്ക്ക് കൂട്ടിയിട്ടാലും ശരിക്കും അത് വാങ്ങാൻ പോകുന്നത് ആരായിരിക്കും? നല്ല ഇൻകം ഉള്ള ആളുകൾക്കല്ലേ അത് വാങ്ങാൻ പറ്റുള്ളൂ. അതേസമയം വളരെ വില കുറച്ച് അല്ലെങ്കിൽ ഒരു മീഡിയം റേഞ്ചിലൊക്കെ ഇതാണെങ്കിൽ ഒരു ആവറേജ് ആയിട്ടുള്ള ആളുകൾക്കും അത് പർച്ചേസ് ചെയ്യാൻ പറ്റും അല്ലെ. അങ്ങനെയുള്ള രീതിയിൽ ഏത് രീതിയിലുള്ള കസ്റ്റമേഴ്സ് ആണോ നമ്മുടെ ഇത് വാങ്ങാൻ വരുന്നത് എന്നതിനെ കുറിച്ച് നമുക്കൊരു തീരുമാനം എടുക്കാൻ സാധിക്കും. മനസ്സിലായോ? സെക്കൻഡ് പോയിന്റ് ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണോ? മാർക്കറ്റ് റിസർച്ച്, കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച് എന്ന് പറയുന്ന സ്റ്റെപ്പ്. ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് പോട്ടെ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് അനലൈസ് ദ റിസർച്ച്. നമ്മളിവിടെ ആ ഒരു റിസർച്ചിനെ എന്ത് ചെയ്യുന്നു? അനലൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ വിശകലനം ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു മാർക്കറ്റ് റിസർച്ച് ചെയ്യുമ്പോൾ അവിടെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നേ ഉള്ളൂ അല്ലെ. ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്ത് വെക്കുകയാണ്. അവിടെ നമ്മൾ കൂടുതലായിട്ടുള്ള ഫൈൻഡിങ്സ് കാര്യങ്ങളിലേക്ക് എത്തുന്നില്ല. എല്ലാ ഇൻഫർമേഷൻസും കൃത്യമായിട്ട് കളക്ട് ചെയ്ത് പരിശോധിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ കിട്ടിയ ഇൻഫർമേഷൻസിനെ വിശകലനം ചെയ്ത് നമ്മളൊരു കണ്ടെത്തലുകളിലേക്ക് അല്ലെങ്കിൽ ഒരു ഫൈൻഡിങ്സിലേക്ക് എത്തുകയാണ്. എന്തിനു വേണ്ടി? ഈ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് നമുക്ക് ചെയ്യണോ അല്ലെ, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സർവീസ് കൊണ്ടുവന്നാൽ നമുക്കിത് ബെനിഫിഷ്യൽ ആവുമോ എന്ന കാര്യങ്ങളെ കുറിച്ച്, അതിലെ മറ്റുള്ളവരുടെ പ്രതികരണം ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് എങ്ങനെയാണ് എന്ന രീതിയിലുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഈ ഇൻഫർമേഷൻസ്, കിട്ടിയ ഇൻഫർമേഷൻസ് അനലൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വിശകലനം ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഈ ഒരു സ്റ്റെപ്പിൽ അതാണ് ചെയ്യുന്നത്, അനലൈസ് ദ റിസർച്ച്. ആ റിസർച്ച് വഴി കിട്ടിയിരിക്കുന്ന എല്ലാ ഇൻഫർമേഷനെയും നമ്മൾ വിശകലനം ചെയ്ത് കൃത്യമായി പരിശോധിച്ച് ഒരു കൃത്യമായിട്ടുള്ള കണ്ടെത്തലുകളിലേക്ക് മാറ്റുന്നു. മനസ്സിലായോ? നോക്കിയേ, examine the raw data we gather and brief it into meaningful findings that will be the basis for deciding which marketing strategies make the most sense and will get the best result for your practice. എന്താ ഇവിടെ പറയുന്നേ? examining the raw data. നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു raw data അല്ലെങ്കിൽ ആദ്യമായിട്ട് നമുക്ക് ലഭ്യമായിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അല്ലെ, ആദ്യമായി കിട്ടിയ ഡേറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ കൃത്യമായിട്ട് കളക്ട് ചെയ്ത ഈ റോ ഡേറ്റാസ് അല്ലെങ്കിൽ ആദ്യമായി കിട്ടിയ ഇൻഫർമേഷനെ എക്സാമിനിങ് ചെയ്യുന്നു, പരിശോധിച്ചുകൊണ്ട് ആൻഡ് ബ്രീഫ് ഇറ്റ് ഇൻടു എ മീനിങ്ഫുൾ ഫൈൻഡിങ്സ്. അത് എന്ത് ചെയ്യുന്നു? ഒരു അർത്ഥവത്തായ ഒരു കണ്ടെത്തലുകളായിട്ട് മാറ്റുന്നു. That will be the basis for deciding which marketing strategies make the most sense and will get the best result for your practice. അപ്പൊ ഇങ്ങനെ ഒരു മീനിങ്ഫുൾ ആയിട്ടുള്ള അർത്ഥവത്തായിട്ടുള്ള ഒരു കണ്ടെത്തലാക്കി മാറ്റാണ്. ഇപ്പൊ നമുക്കൊരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ആശയം കിട്ടി, അല്ലെങ്കിൽ ഒരു കണ്ടെത്തൽ, ഒരു ഫൈൻഡിങ്സ് കിട്ടി, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു സർവീസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് കൊണ്ടുവന്നാൽ ഏത് തരത്തിലുള്ള കസ്റ്റമേഴ്സ് ആയിരിക്കും, എങ്ങനെയുള്ള ഇൻകം ലെവലിലുള്ള ആളുകളാണ് നമുക്ക് ഇത് വാങ്ങാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏത് പർട്ടിക്കുലർ ഏജിലുള്ളവരായിരിക്കുമോ, അങ്ങനെയുള്ള ഒത്തിരി നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആരാണ് അല്ലെ, ഒരുപാട് നമ്മുടെ വിപണി സാധ്യത എങ്ങനെയാണ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ കുറിച്ചുള്ള ഡേറ്റാസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനെ നമ്മൾ പരിശോധിച്ചു അല്ലെ, അതിനെ വിശകലനം ചെയ്ത് പരിശോധിച്ചപ്പോൾ നമുക്കൊരു കണ്ടെത്തൽ കിട്ടി, ഇന്നതായിരിക്കും ഒരു റിസൾട്ട് കിട്ടുമല്ലോ അല്ലെ. ആ ഒരു ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കൊരു റിസൾട്ട് കിട്ടും അല്ലെ. ഇനി ആ റിസൾട്ട് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ഫൈൻഡിങ്സ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് തീരുമാനിക്കാൻ പറ്റും? On the base will be the basis for deciding which marketing strategies, ഏത് മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഉപയോഗിച്ചാൽ നമ്മുടെ ഈ പറയുന്ന പ്രവൃത്തി വളരെ ബെസ്റ്റ് റിസൾട്ടിലേക്ക് എത്തിക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ ഒരു കണ്ടെത്തൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കുറെ കാര്യങ്ങൾ അതിനെ കുറിച്ച് മനസ്സിലായി അല്ലെ. അപ്പൊ ഏത് തരത്തിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം നമ്മളെ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണെങ്കിൽ ആ പ്രൊഡക്റ്റ് നമ്മൾ ഹോസ്പിറ്റൽ ബേസ് ചെയ്ത് ഒരു സർവീസ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ സർവീസ് കൊണ്ടുവരിക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഏതൊക്കെ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ പ്രയോഗിച്ചാൽ ഈ ഒരു സർവീസ് നമുക്ക് ബെസ്റ്റ് റിസൾട്ടിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ കുറിച്ചൊരു തീരുമാനം എടുക്കാനായിട്ട് നമുക്ക് ഈ ഒരു മാർക്കറ്റ് റിസർച്ച് അനലൈസ് ചെയ്യുന്നത് വഴി മനസ്സിലാകും. ക്ലിയർ ആയോ? സെന്റൻസ് എന്താണ്?
ഇത്തിരി ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട ഭാഗമാണ്. പക്ഷെ മനസ്സിലാക്കിയെടുത്താൽ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ള ഒരു ഭാഗം കൂടിയാണ്. ക്ലിയർ ആയോ? ഫസ്റ്റ് സെന്റൻസ് എന്താ പറഞ്ഞത്? ഓക്കെ ആണോ എല്ലാവർക്കും? ഒന്ന് റിപ്ലൈ ചെയ്തേ. ഓക്കെ. എന്താണ് പ്രിൻസിക്ക് മാത്രമേ ക്ലിയർ ആയിട്ടുള്ളൂ? ഒന്നുകൂടി പറയണോ? എന്താണ് റിപ്ലൈ ചെയ്തേ? ഒന്നുകൂടി പറയണം. ഓക്കെ. അപ്പൊ ശ്രദ്ധിക്കുക കേട്ടാ. നമ്മൾ എന്താ പറഞ്ഞേ? അനലൈസ് റിസർച്ച്. അത് എന്താന്ന് മനസ്സിലായോ? അനലൈസ് റിസർച്ച് എന്ന് പറഞ്ഞാൽ ഒരു പേരിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഈ മാർക്കറ്റ് റിസർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. എല്ലാ രീതിയിലുമുള്ള ഇൻഫർമേഷൻസും ഡേറ്റാസും ഒക്കെ പരിശോധിച്ച് നമ്മൾ കളക്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി കിട്ടിയ റോ ഡേറ്റാസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കൃത്യമായി പരിശോധിച്ച് അത് വിശകലനം ചെയ്ത് അത് എന്ത് ചെയ്യുന്നു? ഒരു അർത്ഥവത്തായ ഒരു ഫൈൻഡിങ്സ് അല്ലെങ്കിൽ ഒരു കണ്ടെത്തലാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഒരു റിസൾട്ട് നമുക്ക് അതിൽ നിന്ന് വേണം അല്ലെ. ആ ഒരു ഫൈൻഡിങ്സിൽ നിന്നും നമുക്ക് എന്ത് തീരുമാനം എടുക്കാൻ സാധിക്കുന്ന പറയുന്നത്, നമ്മൾ ഒരു സർവീസ് കൊണ്ടുവരാൻ പോവാണെന്ന് വിചാരിക്കാം. ആ ഒരു സർവീസ് കൊണ്ടുവരുമ്പോ അത് ഏറ്റവും നന്നായി ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ആ ഒരു സർവീസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കിട്ടണം വേണ്ടേ? അതിനുവേണ്ടിയല്ലേ നമ്മൾ ഇത്രയും പ്രവർത്തിക്കുന്നത് അല്ലെ. ഏതൊരു സർവീസ് ആണെങ്കിലും എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും നമ്മൾ കൊണ്ടുവരുമ്പോ അതിന്റെ ബെസ്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടണമെങ്കിൽ അതിന് ഏതൊക്കെ രീതിയിലുള്ള മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഉപയോഗിച്ചാൽ നമുക്ക് ആ ബെസ്റ്റ് റിസൾട്ട് കിട്ടും. അപ്പൊ ആ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, ഏതൊക്കെ രീതിയിലുള്ള മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഇവിടെ പ്രയോഗിക്കണം എന്നുള്ളത് നമുക്ക് ഇതില് തീരുമാനമെടുക്കാനായിട്ട് ഈ ഒരു റിസർച്ച് അനലൈസ് ചെയ്യുന്നത് വഴി മനസ്സിലാവുന്നുണ്ട്. മനസ്സിലായോ? ക്ലിയർ ആയോ? എന്താണ് ഉദ്ദേശിക്കുന്നത്? ഏത് തരത്തിലുള്ള മാർക്കറ്റിംഗ് റിസർച്ച് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, ഏത് തരത്തിലുള്ള മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ നമ്മൾ പ്രയോഗിച്ചാലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ എന്ന കാര്യം നമുക്കിവിടെ തീരുമാനിക്കാനായിട്ട് നമുക്കിവിടെ പറ്റും. ഏത് രീതിയിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഉപയോഗിക്കണം എന്നുള്ളത്. കാരണം എന്താ? മറ്റു കോമ്പറ്റീറ്റേഴ്സുമായിട്ട് നമ്മൾ മത്സരിക്കുമ്പോൾ പലതരത്തിലുള്ള തന്ത്രങ്ങൾ പ്രയോഗിച്ചാൽ മാത്രമേ അവരിലും മികച്ചതായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ അല്ലെ. ഒരു സർവീസ് കൊണ്ടുവരുമ്പോ പല രീതിയിലുള്ള ടെക്നിക്കുകളും ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഒരു ഹോസ്പിറ്റൽ ഒരു സർവീസ് നടപ്പിലാക്കുന്നത്. ആ ഒരു സർവീസ് കൊണ്ടുവരുമ്പോ മറ്റുള്ള ഹോസ്പിറ്റലുകളിലും ഇതേ സർവീസുകൾ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് തന്നെ പേഷ്യൻസ് വരണമെങ്കിൽ അതിൻ്റെതായ കുറെ തന്ത്രങ്ങൾ ഹോസ്പിറ്റലുകാർ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? നടത്തേണ്ടതായിട്ട് വരും. അത് ഏതൊക്കെ തന്ത്രങ്ങൾ ഉപയോഗിച്ചാൽ ഇങ്ങനെ പേഷ്യൻസിനെ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് കൂടുതൽ വരുത്താൻ പറ്റും എന്നതിനെ കുറിച്ചുള്ള ഒരു തീരുമാനം ഈ ഒരു റിസർച്ച് അനലൈസ് ചെയ്യുന്നത് വഴി കിട്ടും. ക്ലിയർ ആയോ? ഫസ്റ്റ് സെന്റൻസ് ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ. Then second point, the research will identify the requirements or needs of your current and potential patients and will help you explain your target audience. ഇനി രണ്ടാമത്തെ കാര്യം എന്താ പറയുന്നേ? ഈ ഒരു റിസർച്ച് വഴി നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് അടുത്തതായിട്ട് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ ആണ് നമ്മുടെ നിലവിലുള്ള പേഷ്യൻസ് അല്ലെ, കറന്റ് ആയിട്ടുള്ള നിലവിലുള്ള പേഷ്യൻസിന്റെ ആവശ്യകതകൾ എന്താണ് അല്ലെ. ഇനി വരാൻ പോകുന്ന പേഷ്യൻസ്, പൊട്ടൻഷ്യൽ പേഷ്യൻസ്, വരാൻ സാധ്യതയുള്ള പേഷ്യൻസിന്റെ ആവശ്യകതകൾ എന്താണ്. അപ്പൊ അവരുടെ ആവശ്യകതകൾ മാനിച്ചുകൊണ്ട് അതിനനുസരിച്ച് സർവീസ് അല്ലേ നമ്മൾ കൊടുക്കേണ്ടത് അല്ലെ. അപ്പൊ ആ വരുന്ന നിലവിൽ നമ്മൾ വരുന്ന പേഷ്യൻസിനൊക്കെ നമ്മൾ പറഞ്ഞു ഒത്തിരി ഇന്റർവ്യൂസിലൂടെയും ഒബ്സർവേഷൻസിലൂടെയും സർവേകളിലൂടെയും ഫീൽഡ് ടെസ്റ്റുകളിലൂടെയും ഒക്കെ നമ്മൾ ഒരുപാട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തില്ലേ. ആ ഇൻഫർമേഷൻസ് എല്ലാം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ വിശകലനം ചെയ്യുക അല്ലെ. അങ്ങനെയുള്ള അനാലിസിസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായ ഒരു അടുത്തൊരു കാര്യമാണ് ഈ പറയുന്ന നിലവിലുള്ള പേഷ്യൻസിന്റെ ആണെങ്കിൽ വരാൻ പോകുന്ന പേഷ്യൻസിന്റെ ഒക്കെ എന്താണ് ആവശ്യകതകൾ എന്താണ് അല്ലെ. അവരുടെ ആവശ്യകതകൾ അല്ലെങ്കിൽ അവരുടെ നീഡ്സ് ഒക്കെ എങ്ങനെയാണ്, അത് ഏതൊക്കെ രീതിയിലുള്ള ആവശ്യകതകളാണ് അല്ലെങ്കിൽ എങ്ങനെയുള്ള ഒരു സർവീസ് ആണ് അവർക്ക് കൂടുതൽ ആവശ്യമായി വരുന്നത് എന്ന കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് വിൽ ഹെൽപ് യു എക്സ്പ്ലെയിൻ യുവർ ടാർഗറ്റ് ഓഡിയൻസ്. അതുപോലെ തന്നെ അങ്ങനെ ആവശ്യകതകൾ മനസ്സിലാക്കുമ്പോൾ അതിനനുസരിച്ച് ഒരു സർവീസ് നമ്മൾ കൊണ്ടുവരുമ്പോൾ ഏത് രീതിയിലുള്ള ടാർഗറ്റ് ഓഡിയൻസ് ആണ് അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള കസ്റ്റമർ വിഭാഗമാണ് നമ്മുടെ ഈ ഒരു സർവീസിന് വേണ്ടി വരാൻ പോകുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വേഗം ഒന്ന് വായിച്ചു നോക്കി രണ്ടാമത്തെ സെന്റൻസ്. ക്ലിയർ ആണോന്ന്?
ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. നിലവിലുള്ള പേഷ്യൻസിന്റെ ആണെങ്കിലും ഇനി വരാൻ പോകുന്ന പേഷ്യൻസിന്റെ ആണെങ്കിലും ആവശ്യകതകൾ എന്താണോ അത് മനസ്സിലാക്കാൻ പറ്റി നമുക്ക്, അല്ലെ? അതിനനുസരിച്ച് നമ്മളൊരു സർവീസ് നടപ്പിലാക്കിയാൽ ഏത് വിഭാഗത്തിലുള്ള ആളുകൾ ആ സർവീസിന് വേണ്ടി വരും എന്നും മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ ആണോ? സെക്കൻഡ് പോയിന്റ് ക്ലിയർ ആണോ? Okay. Then third one, this is also the right time to look back at the goals you have chosen. ഇനി എന്താണ് ഈ ഒരു സമയത്ത്, അതായത് നമ്മൾ ഈ മാർക്കറ്റ് റിസർച്ച് അനലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ വിശകലനം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ നമ്മുടെ ഗോൾസ്, നമ്മൾ ആദ്യം ഒരു ലക്ഷ്യം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലേ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഇതിന്റെ ഒരു ശരിയായ സമയം എന്ന് പറയുന്നത്, അതായത് ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കാനുള്ള ഒരു ശരിയായ സമയമാണ്. എന്തിനാണ് നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടായിരിക്കാം? ആ ഒരു ഗോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ നമ്മള്, അല്ലെ? ആ ഗോൾ സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഈ ഒരു ശരിയായ സമയമാണ് ഇപ്പോ അനലൈസ് ചെയ്യുന്ന സമയം. ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ആ ഒരു ഗോളിലേക്ക് തിരിച്ചുപോയി അതൊന്നും കൂടി ചെക്ക് ചെയ്യാം. എന്തിനു വേണ്ടിയാ ചെക്ക് ചെയ്യുന്നത്? നമ്മൾ സെറ്റ് ചെയ്ത ഗോള് ശരിയാണോ, അല്ലെ? നമ്മളിങ്ങനെ അനലൈസ് ചെയ്ത് കഴിയുമ്പോഴല്ലേ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാവുന്നത്, അല്ലെ? നിങ്ങളൊരു ബിസിനസ് ഒക്കെ ചെയ്ത ആളുകളാണെങ്കിൽ മനസ്സിലാവും. നമ്മൾ ആദ്യം ചിലപ്പോൾ ഒരു ഐഡിയ ഒക്കെ ഇട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കുറെ കഴിയുമ്പോഴായിരിക്കും അങ്ങനെ ആയിരുന്നില്ല, ഇങ്ങനെയായിരുന്നു ചെയ്യേണ്ടത് എന്നൊക്കെ കുറെ കാര്യങ്ങൾ നമുക്ക് അപ്പോഴല്ലേ മനസ്സിലാവുന്നത്. ആണോ? ആദ്യം നമ്മൾ ആ ഗോൾ സെറ്റ് ചെയ്യുമ്പോഴല്ലേ ആ ഒരു ഐഡിയ കിട്ടുമ്പോൾ നമുക്ക് ഒന്നും അറിയാൻ പറ്റുണ്ടാവില്ല, അല്ലെ? അതിലേക്ക് കുറച്ചും കൂടി നമ്മൾ ഡീപ്പായിട്ട് ആഴത്തിൽ ഇറങ്ങുമ്പോഴല്ലേ നമുക്ക് പല കാര്യങ്ങളും മിസ്റ്റേക്ക് ആയതാണ്, അല്ലെങ്കിൽ പല കാര്യങ്ങളും അങ്ങനെയല്ല ഇങ്ങനെയാണ് ചെയ്യേണ്ടിരുന്നത് എന്ന് മനസ്സിലാവുന്നത്. അത് തന്നെ ഇവിടെയും ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തു നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ ചിലപ്പോൾ ഈ ഒരു സർവീസ് ചിലപ്പോ നല്ല രീതിയിൽ നമുക്ക് ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കാൻ പറ്റാതെ വരാം എന്നൊരു തോന്നലും ചിലപ്പോ ഇവർക്കുണ്ടായേക്കാം, അല്ലെ? ചിലപ്പോ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴായിരിക്കും ഈ ഒരു സർവീസിന് വലിയ വാല്യൂ ചിലപ്പോ പുറത്ത് കിട്ടുന്നില്ല എന്ന് മനസ്സിലാവുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ആ ഒരു സർവീസിന്റെ ആ ഒരു ഗോൾ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചു പോയി നമ്മൾ ആ ഒരു ഗോളുകളിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് വരും, അല്ലെ? അതിനുള്ളൊരു അവസരം, ഈ ശരിയായ സമയം എന്ന് പറയുന്നത് ഈ റിസർച്ച് അനലൈസ് ചെയ്യുന്ന സമയത്താണ്. കിട്ടിയല്ലോ? ആ ഒരു പോയിന്റ് എന്താണെന്ന് മനസ്സിലായോ? ഓരോന്നും മിസ് മനസ്സിലാക്കി തരുന്നത് നിങ്ങൾക്കത് ചിലർക്ക് ഇതുമായിട്ടൊരു കണക്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പൊ അത് ക്ലിയർ ആണെങ്കിൽ അടുത്ത ഭാഗത്തേക്ക് പോവാം. ഓക്കെ ആണോ? ഓക്കെ. Then next നോക്കി, based on your research findings, you may need to change some of your goals. അതാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ റിസർച്ച് ഫൈൻഡിങ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിലപ്പോൾ റിസർച്ച് കണ്ടെത്തലുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ, വിശകലനം ചെയ്യുമ്പോൾ ചിലപ്പോ നമ്മുടെ ഗോൾസില് അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങളില് ചില വ്യത്യാസങ്ങൾ വരുത്തേണ്ടതായിട്ട് വരാം, അല്ലെ? Then it helps to analyze some key questions. ഇനി ഈ ഒരു റിസർച്ച് അനലൈസ് ചെയ്യുന്നത് വഴി നമുക്ക് ചില ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് കിട്ടുന്നുണ്ട്. എന്തൊക്കെയാണ്? അനലൈസ് സം കീ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് നോക്കി. What are the similarities and dissimilarities between your practice and your competitors? ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു സർവീസ് അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചിരിക്കുന്ന ഒരു സർവീസ് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ എതിരാളികൾ ചെയ്യുന്ന സർവീസും തമ്മിൽ എന്തൊക്കെ സിമിലാരിറ്റീസ് ഉണ്ട്, എന്തൊക്കെ ഡിസിമിലാരിറ്റീസ് ഉണ്ട്, അല്ലെ? എന്തൊക്കെ വ്യത്യസ്തതകളുണ്ട്, എന്തൊക്കെ സാമ്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഒരുപോലെ ഇപ്പൊ ഒത്തിരി കോമ്പറ്റേറ്റീവ് ഫീൽഡിലുള്ളവരുണ്ടാവും, അല്ലെ? ഇപ്പൊ ഒരു സർവീസ് ഒരു ഹോസ്പിറ്റലിൽ തന്നെ ആയിരിക്കില്ലല്ലോ, പല ഹോസ്പിറ്റലുകളും ആ സർവീസ് കൊടുക്കുന്നുണ്ടാവും. അപ്പൊ അവര് തമ്മിൽ എന്തൊക്കെ സിമിലാരിറ്റീസ് ഉണ്ട്, എന്തൊക്കെ ഡിസിമിലാരിറ്റീസ് ആണുള്ളത് എന്ന് മനസ്സിലാക്കാൻ പറ്റണം. Then what make your practice from your competitors? അതായത് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ എതിരാളികളിൽ നിന്ന് ഏതൊക്കെ രീതിയിലുള്ള പ്രാക്ടീസ് ആണ് നമ്മൾ എതിരായിട്ട് അല്ലെങ്കിൽ അവരുടെ ചെയ്യാത്ത രീതിയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഈസ് യുവർ ലൊക്കേഷൻ മോർ ഡിസൈറബിൾ ദാൻ യുവർ കോമ്പറ്റീറ്റേഴ്സ്? അതുപോലെ നമ്മുടെ സ്ഥാനം മാർക്കറ്റില്, നമ്മുടെ സ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു കോമ്പറ്റീറ്റേഴ്സിനെയും അഭികാമ്യമായിട്ടുള്ള ഒരു മികച്ച ഇടത്താണോ? മനസ്സിലായോ? ആ ഒരു കോമ്പറ്റീറ്ററുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അവരിലും
മികച്ചതായിട്ടുള്ള ഒരു പൊസിഷനിലാണോ നമ്മൾ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റണം. ആൻഡ് ഡു യു പ്രോമിസ് എ ബ്രോഡർ സ്കോപ്പ് ഓഫ് സർവീസസ് ദാൻ ദ കോമ്പറ്റീഷൻ. അതായത് കോമ്പറ്റീറ്റേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ എതിരാളികൾ കൊടുക്കുന്നതിൽ ഉൾപ്പെടെ എതിരാളികൾ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ വിശാലമായിട്ടുള്ള രീതിയിലുള്ളൊരു സർവീസ് നമുക്ക് കൊടുക്കാൻ സാധിക്കുമോ? And is there a service you provide that no one else in the community presently offer? നിലവില് നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ മറ്റാരും കൊടുക്കാത്ത രീതിയിലുള്ള സർവീസുകൾ നമുക്ക് കൊടുക്കാൻ സാധിക്കുമോ? ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസിന് നമുക്ക് ആൻസറുകൾ കിട്ടിയാൽ നമ്മൾ ആ ഒരു ഗോൾ എന്ന് പറയുന്നത് ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. എന്തിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞത് മിസ് ഒന്നുകൂടി പറയാട്ടോ, വേഗം ഒന്ന് ശ്രദ്ധിക്കാം. ഫസ്റ്റ് എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്? വാട്ട് ആർ ദ സിമിലാരിറ്റീസ് ആൻഡ് ഡിസിമിലാരിറ്റീസ് ബിറ്റ്വീൻ യുവർ പ്രാക്ടീസ് ആൻഡ് യുവർ കോമ്പറ്റീറ്റേഴ്സ്? നമ്മുടെ എതിരാളികളും നമ്മൾ കൊടുക്കുന്ന സർവീസുകൾ തമ്മിൽ എന്തൊക്കെ സിമിലാരിറ്റീസ് ഉണ്ട്, എന്തൊക്കെ ഡിസിമിലാരിറ്റീസ് ഉണ്ട്, വ്യത്യസ്തതകൾ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റണം. Then what makes your practice from your competitors? ഇനി നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സർവീസുകൾ മറ്റുള്ളവരിൽ നിന്നും, നമ്മുടെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളവരിൽ നിന്നും എത്രത്തോളം വ്യത്യസ്തമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റണം. ആൻഡ് ഈസ് യുവർ ലൊക്കേഷൻ മോർ ഡിസൈറബിൾ ദാൻ യുവർ കോമ്പറ്റീറ്റർ? മത്സരാധിഷ്ഠിതമായിട്ട് ഒരു ഫീൽഡ് ആവുമ്പോൾ നമ്മുടെ എതിരാളികളെക്കാൾ അഭികാമ്യമായിട്ടുള്ളൊരിടത്ത് അല്ലെങ്കിൽ ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു പൊസിഷനിലാണോ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റണം. ആൻഡ് ഡു യു പ്രോമിസ് എ ബ്രോഡർ സ്കോപ്പ് ഓഫ് സർവീസസ് ദാൻ ദ കോമ്പറ്റീഷൻ? നമ്മുടെ കോമ്പറ്റീറ്റീവ് ഫീൽഡില് നമ്മുടെ മത്സരാധിഷ്ഠിതമായി നോക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവർ, നമ്മുടെ എതിരാളികൾ കൊടുക്കുന്നതിനേക്കാൾ വിപുലമായ രീതിയിലുള്ള സർവീസുകൾ കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? And is there a service you provide that no one else in the community presently offer? നിലവില് നമ്മുടെ കമ്മ്യൂണിറ്റിയില് മറ്റാരും കൊടുക്കാത്ത രീതിയിലുള്ളൊരു സർവീസ് നമുക്ക് ഓഫർ ചെയ്യാൻ സാധിക്കുമോ? ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യനുകൾക്ക് നമുക്ക് ആ ഒരു ആൻസർ കിട്ടുന്നത്, അത് അനലൈസ് ചെയ്താൽ തന്നെ നമുക്കൊരു മാർക്കറ്റ് റിസർച്ചുമായി ബന്ധപ്പെട്ട വിശകലനം ശരിക്കും ആയി എന്ന് പറയാം. മനസ്സിലായോ? വേഗം ഒന്ന് വായിച്ചു നോക്കിയേ ആ ഒരു പോയിന്റ്, ലാസ്റ്റ് പോയിന്റ്. ക്ലിയർ ആണോ? അനലൈസ് റിസർച്ച് മൊത്തത്തിൽ ഓക്കെ ആണോ? ഓക്കെ ആണോ? എന്താണ് കുറച്ച് പേര് മാത്രമേ റിപ്ലൈ ചെയ്യുന്നുള്ളൂ, ബാക്കിയുള്ളവർ ക്ലിയർ ആവാത്തത് കൊണ്ടാണോ? ഒന്ന് റിപ്ലൈ ചെയ്ത് എല്ലാവരും ഓക്കെ ആണെങ്കിൽ. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവാണ്. ഐഡന്റിഫൈ ടാർഗറ്റ് ഓഡിയൻസ്. ഐഡന്റിഫൈ ടാർഗറ്റ് ഓഡിയൻസ്. ടാർഗറ്റ് ഓഡിയൻസിനെ ഐഡന്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ കണ്ടെത്തുക, അല്ലെ? നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ആരാ? ഇത്രയും നേരം നമ്മൾ പറഞ്ഞിരുന്നില്ലേ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ആരാണ് ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത്? ഒരു ഹോസ്പിറ്റൽ ആവുമ്പോ കസ്റ്റമർ ആണ്, അല്ലെ? വെരി ഗുഡ്, കസ്റ്റമർ ആണ്. ഒരു ഹോസ്പിറ്റൽ ആവുമ്പോൾ അത് പേഷ്യൻസ് ആണ്, അല്ലെ? ഏത് വിഭാഗത്തിലുള്ള പേഷ്യൻസ് ആണ് നമ്മുടെ ഈ ഒരു സർവീസ് വാങ്ങാൻ വേണ്ടി അല്ലെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടി വരുന്നത്? അവരെയാണ് നമ്മൾ ശരിക്കും ടാർഗറ്റ് ഓഡിയൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെ? അപ്പൊ ഏത് വിഭാഗത്തിലുള്ളവരാണ് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ആവാൻ പോകുന്നത് എന്ന് നമ്മൾ കണ്ടെത്തുകയാണ് ഐഡന്റിഫൈ ടാർഗറ്റ് ഓഡിയൻസിൽ പറയുന്നത്. The target audience might consist of patients of a certain age. അല്ലെ? ഒരു പ്രത്യേക ഏജിലുള്ള പേഷ്യൻസ് ആവാം, ആണോ? ഒരു പ്രത്യേക ഏജിലുള്ളവരാവാലോ, അല്ലെ? ഇപ്പൊ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സർവീസ് ആണെങ്കിൽ അത് ഒരു പർട്ടിക്കുലർ ഏജ് ലിമിറ്റ് ഉണ്ടാവും, അല്ലെ?
ഒരു 14 വയസ്സ് വരെയോ അതിൽ താഴെയോ അല്ലെ, അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആ ഒരു പർട്ടിക്കുലർ ഏജിലുള്ളതായിരിക്കില്ലേ നമ്മൾ ആ ഒരു സർവീസ് കൊടുക്കുന്നത്. അത് മുതിർന്നവർക്ക് ആ ഒരു സർവീസ് കൊടുക്കാൻ പറ്റോ ഇല്ല അല്ലെ. അപ്പൊ ഒരു പർട്ടിക്കുലർ ഏജിലുള്ളവരായിരിക്കും അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള ഇപ്പൊ ഒരു 60 വയസ്സിൽ കഴിഞ്ഞവർക്കാണെങ്കിൽ അതിൻ്റെതായ ഒത്തിരി സർവീസും കാര്യങ്ങളും നമ്മുടെ ഹോസ്പിറ്റലുകാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ആ ഒരു പർട്ടിക്കുലർ ഏജിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ സർവീസ് കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ ആ ഒരു പേഷ്യൻസ് അല്ലെങ്കിൽ അവിടെ വരുന്ന ഓഡിയൻസ്, ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ ഏജിലുള്ളവരായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ മിസ് പറയുന്നത്? നമ്മൾ പറയുന്നത് തന്നെയാണ്. പിന്നെയോ ജെൻഡർ, ഒരു പർട്ടിക്കുലർ ജെൻഡറിലുള്ളവരായിരിക്കും അല്ലെ. മെയിൽ ആവാം, ഫീമെയിൽ ആവാം, അങ്ങനെയുള്ള ഏതെങ്കിലും പർട്ടിക്കുലർ ജെൻഡറിലുള്ളവരായിരിക്കാം. അല്ലെങ്കിലോ ഒരു പ്രത്യേക ലൊക്കേഷനിൽ സ്ഥിതി ചെയ്യുന്നവരായിരിക്കാം. ഓർ പെയർ ടൈപ്പ് ഓഫ് പേഷ്യൻസ് വിത്ത് സർട്ടൻ ക്ലിനിക്കൽ റിക്വയർമെന്റ്സ്, എന്തെങ്കിലും ക്ലിനിക്കൽ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ക്ലിനിക്കൽ റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ ആവശ്യകതകളുള്ള പ്രത്യേകതരം പേഷ്യൻസ് ആവാം. അങ്ങനെ ഏത് വിഭാഗത്തിലുള്ള പേഷ്യൻസ് ആണോ നമ്മുടെ ഈ സർവീസ് വാങ്ങാനായിട്ട് അല്ലെങ്കിൽ ഉപയോഗിക്കാൻ വരുന്നത് അവരെയാണ് നമ്മൾ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ? ക്ലിയർ അല്ലേ? എന്താണ് ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത്? മനസ്സിലായോ? ക്ലിയർ ആണോ? എന്താണ് ഒരു റിപ്പീറ്റ് ചെയ്യാതിരിക്കുന്നേ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കിയേ. If we want to treat young athletes, we might consider giving talks on sports safety and first aid tips to coaches and athletes at the local high schools, colleges and YMCAs. ഇനി എന്താണ് ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞത്? If we want to treat young athletes, അതായത് ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ, ജസ്റ്റ് നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന. നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് ഒരു യങ് അത്ലറ്റ്സിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി, അറിയാലോ, യങ് അത്ലറ്റ്സിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സർവീസ് കൊണ്ടുവരാൻ പോവാന്ന് വിചാരിക്കും. ആ ഒരു സർവീസ് കൊണ്ടുവരുമ്പോ we might consider giving talks on sports safety and first aid tips to coaches and athletes at the local high school and colleges and YMCAs. YMCA എന്ന് പറഞ്ഞ യൂത്ത് ഓർഗനൈസേഷൻ ആണ്. ആ യൂത്ത് ഓർഗനൈസേഷനിലുള്ളവരോട് അല്ലെങ്കിൽ കോളേജിലുള്ളവരോട് അല്ലെങ്കിൽ ഹൈസ്കൂളുകള്, ലോക്കൽ ഹൈസ്കൂളുകളുമായി ബന്ധപ്പെട്ടിട്ട് ഒത്തിരി സ്പോർട്സ് ഡേ ആക്ടിവിറ്റീസും സ്പോർട്സുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ നടത്താറുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള സ്പോർട്സുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അത്ലറ്റ്സ് ഉണ്ടാവും അല്ലെ. അതിൽ പങ്കെടുക്കുന്ന ഒത്തിരി സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവും. അവരും അവരുടെ കോച്ചസുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യണം? ഒരു ചർച്ച നടത്തണം ഈ ഹോസ്പിറ്റലുകാര്. അല്ലാതെ ഒരു സർവീസ് അങ്ങ് വേഗം കൊണ്ടുപോയി കൊടുക്കുക അല്ല ചെയ്യേണ്ടത്. മറിച്ച് എന്താ ചെയ്യേണ്ടേ? ആ ടാർഗറ്റ് ഓഡിയൻസിനെ ഐഡന്റിഫൈ ചെയ്താൽ, ഇപ്പൊ ഇവിടെ ആ ഒരു ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് ആരാണ് ഇവിടുത്തെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത്? അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ആദ്യം പറയട്ടെ. ആരാണ് ഇവിടുത്തെ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോ അതിലെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണ്? ആർക്ക്? പേഷ്യൻസ് ആണ്. ഏത് തരത്തിലുള്ള പേഷ്യൻസിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സർവീസ് കൊടുക്കാൻ പോകുന്നത്? വെരി ഗുഡ്, അത്ലറ്റ്സിന് വേണ്ടിയിട്ട് അല്ലെ. യങ് അത്ലറ്റ്സിന് വേണ്ടിയിട്ട്, സ്പോർട്സുമായി ബന്ധപ്പെട്ട് യങ് അത്ലറ്റ്സിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെന്റുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് അവരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങള് കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു സർവീസാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. മനസ്സിലായോ? അപ്പൊ ആ ഒരു ടാർഗറ്റ് ഓഡിയൻസിനെ കിട്ടിയില്ലേ ഇവർക്ക്? കിട്ടിയോ? ആ ഒരു ടാർഗറ്റ് ഓഡിയൻസിനെ കിട്ടിക്കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യണം? ഇപ്പൊ ആ ഒരു ഓഡിയൻസിനെ അല്ലെങ്കിൽ ആ ഒരു ടാർഗറ്റഡ് ആയിട്ടുള്ള ആ ഒരു യങ് അത്ലറ്റ്സിനെയാണ് നമുക്ക് ടാർഗറ്റ് ഓഡിയൻസ് ആയിട്ട് ഇവരിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവരെന്താ ചെയ്യേണ്ടത്? ഉടനെ അവർക്ക് വേണ്ടിയിട്ട് ഒരു സർവീസ് അങ്ങ് ഉണ്ടാക്കിയല്ല ചെയ്യേണ്ടത്. മറിച്ച് എന്ത് ചെയ്യണം? അവിടെ അവർ സർവീസ് തുടങ്ങുന്നതിന് മുൻപ് ഈ പറയുന്ന ടാർഗറ്റ് ഓഡിയൻസ് ആയിട്ടുള്ള ഈ യങ് അത്ലറ്റ്സിന്റെ ആവശ്യകതകൾ എന്താണ് അല്ലെ, എങ്ങനെയുള്ള ഒരു സർവീസ് കൊടുത്താലാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്നത് എന്ന് മനസ്സിലാക്കണ്ടേ? എന്നിട്ട് വേണ്ടി ആ സർവീസ് അവിടെ കൊണ്ടുവരാനായിട്ട് അല്ലെ. അതിനു വേണ്ടിയിട്ട് ഇവർ എന്ത് ചെയ്യണം? ആ ഹോസ്പിറ്റലുകാർ എന്ത് ചെയ്യണം? അവരുടെ പലതരത്തിലുള്ള, അതായത് ഇപ്പോൾ ലോക്കൽ ആയിട്ടുള്ള ഹൈസ്കൂൾ ലെവലിലുള്ള അത്ലറ്റ്സ് ഉണ്ടാവും, അവരുടെ കോച്ചുമാരുണ്ടാവും അല്ലെ. കോളേജ് ലെവലിലുള്ളവരുണ്ടാവും, അവരെ ട്രീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ എന്ത് ചെയ്യുന്നത്, അവർക്ക് ആവശ്യമായ പരിശീലനം കൊടുക്കുന്ന
കൊടുക്കുന്ന കോച്ചുമാരുണ്ടാവും. YMCA യൂത്ത് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള കോച്ചസും അത്ലറ്റ്സുകളും ഉണ്ടാവും. ഇവരുമായിട്ടൊരു ഡിസ്കഷൻ അല്ലെങ്കിൽ ഒരു ചർച്ചകൾ നടത്തി അവരുടെ സ്പോർട്സുമായി ബന്ധപ്പെട്ട സേഫ്റ്റി സുരക്ഷ എത്രത്തോളം ഉണ്ട്, അവരുടെ ഫസ്റ്റ് എയ്ഡ് ടിപ്പുകൾ എങ്ങനെയാണ്, അവരുടെ പ്രധാനപ്പെട്ട പ്രോബ്ലംസ്, ഇങ്ങനെ ഒരു സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അവർ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അതിനെങ്ങനെയൊക്കെ അവർക്ക് ട്രീറ്റ്മെന്റുകൾ അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ഒരു സർവീസ് ആയിരിക്കണം അവർക്ക് ലഭ്യമാക്കേണ്ടത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വേണം ആ ഒരു സർവീസ് അവിടെ നടപ്പിലാക്കാനായിട്ട്. മനസ്സിലായോ? എക്സാമ്പിൾ എന്താന്ന് മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ ആണല്ലോ. അടുത്ത ഭാഗത്തേക്ക് പോവാലോ. ഒന്ന് വേഗം ഒന്ന് വായിച്ചു നോക്കി. ഐഡന്റിഫൈ ടാർഗറ്റ് ഓഡിയൻസ്. എന്താണ് ചോദിച്ചത്? പെയർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് കേട്ടോ. ഓർ പേഷ്യൻസ് വിത്ത് സർട്ടൻ ക്ലിനിക്കൽ എക്വിപ്മെന്റ്സ്. ഇത് ഈ പ്രത്യേകമായിട്ടുള്ള ക്ലിനിക്കൽ ആവശ്യകതകളുള്ള പേഷ്യൻസ് തന്നെയാണ് അതിന്റെ അർത്ഥം കേട്ടോ. ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് പോവാലോ. ഇവിടെ ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത് നോക്കിയേ, ഡിറ്റർമൈൻ എ ബഡ്ജറ്റ്. ഇനി ഒരു ബഡ്ജറ്റ് നിർണ്ണയിക്കുകയാണ്. നമ്മൾ ഇത്രയും നേരം നമ്മൾ ആ ഒരു ടാർഗറ്റ് ഓഡിയൻസിനെ ഐഡന്റിഫൈ ചെയ്തു, റിസർച്ച് അനലൈസ് ചെയ്തു, നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിലായി. നമ്മൾ ഈ ഒരു സർവീസ് ഇനി നമുക്ക് നടപ്പിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ബഡ്ജറ്റ് നിർണ്ണയിക്കണം അല്ലെ? ബഡ്ജറ്റ് നിർണ്ണയിക്കാതെ നമുക്ക് സർവീസ് നടപ്പിലാക്കാൻ പറ്റുമോ? അതിന് ഏറ്റവും ആവശ്യമായിട്ട് വരുന്ന ഒരു കാര്യമാണ് ഫണ്ട് കൃത്യമായിട്ട് വിനിയോഗിക്കുക എന്നുള്ളത് അല്ലെ? അതിനുവേണ്ടി നല്ല രീതിയിലുള്ള ഒരു ബഡ്ജറ്റ് നമ്മൾ നിർണ്ണയിക്കുകയാണ് ചെയ്യുന്നത്. ഡിറ്റർമൈൻ എ ബഡ്ജറ്റ്. നോക്കിയേ, എക്സാമിൻ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ആൻഡ് കം അപ്പ് വിത്ത് എ മാർക്കറ്റിംഗ് ബഡ്ജറ്റ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ, സാമ്പത്തികപരമായ വിവരങ്ങള് എക്സാമിൻ ചെയ്ത് അല്ലെങ്കിൽ പരിശോധിക്കുന്നു അല്ലെ? അതിനുശേഷം നമ്മൾ ഒരു മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട ബഡ്ജറ്റിലേക്ക് എത്തുന്നു അല്ലെ? ആദ്യം നമ്മളൊരു ബഡ്ജറ്റ് അങ്ങോട്ട് തയ്യാറാക്കല്ല ചെയ്യുന്നത്, മറിച്ച് ആ ഒരു സ്ഥാപനത്തിന്റെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ്, സാമ്പത്തികപരമായ വിവരങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന കാര്യങ്ങൾ, സാമ്പത്തികപരമായി അവരിപ്പോ ഓക്കെ ആണോ, അവർക്ക് ഇങ്ങനെയുള്ള നല്ല രീതിയിലുള്ള സർവീസുകൾ മികച്ച രീതിയിൽ കൊണ്ടുവരാനുള്ള ഫിനാൻഷ്യൽ റിസോഴ്സുകൾ ഉണ്ടോ എന്ന കാര്യങ്ങളൊക്കെ പരിശോധിക്കണം അല്ലെ? അതിനുശേഷം നമ്മൾ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് തയ്യാറാക്കാനായിട്ട് ആരംഭിക്കുന്നു. Then marketing budget will be different by the type of market in a practice is in, the age of a practice, and if the practice has marked before. എന്താണ് ഇവിടെ പറയുന്നത്? ഇപ്പൊ ഒരു മാർക്കറ്റിംഗ് ബഡ്ജറ്റ് തയ്യാറാക്കുന്നു അല്ലെ? പലതരത്തില് നമുക്ക് ബഡ്ജറ്റുകൾ തയ്യാറാക്കാം. ഡിഫറെന്റ് ബൈ ദ ടൈപ്പ് ഓഫ് മാർക്കറ്റ് എ പ്രാക്ടീസ് ഇസ് ഇൻ. അതായത് ഇപ്പൊ മിസ് ഒരു കാര്യം പറയട്ടെ, നമ്മളൊരു എക്സാമ്പിൾ പറയാണ്. ഇപ്പൊ ഒരു കേക്ക് നിർമ്മാണം, അതാണ് കുറച്ചും കൂടി നിത്യം പോകുന്നത് അല്ലെ? ഏതെങ്കിലും ഒരു ബിസിനസ് ആയിക്കോട്ടെ, ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് നമ്മൾ ആദ്യമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വിചാരിക്കാം. അപ്പൊ നമ്മൾ തയ്യാറാക്കുന്ന ബഡ്ജറ്റ് വളരെ കൃത്യമായിരിക്കുമോ? നമ്മൾ തയ്യാറാക്കുന്ന ബഡ്ജറ്റ് ആദ്യമായിട്ട് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ തയ്യാറാക്കുന്ന ബഡ്ജറ്റ് എങ്ങനെയായിരിക്കും? കൃത്യമായിരിക്കും? അല്ല. കാരണം നമുക്ക് അതിന് എന്തൊക്കെ സാധനങ്ങള്, എത്ര അളവിൽ എന്തൊക്കെ വേണമെന്നൊന്നും അറിയില്ല. നമ്മളൊരു ഏകദേശ കണക്ക് വെച്ച് നമ്മൾ തയ്യാറാക്കുന്ന ഒരു ബഡ്ജറ്റ് ആണ് അല്ലെ? അതുപോലെ എന്നാൽ നമ്മൾ ഇതിൽ കുറച്ചും കൂടി പരിശീലനം ഉണ്ടായിരുന്നവരാണെങ്കിലോ, അല്ലെങ്കിൽ കുറച്ചും കൂടി വർഷങ്ങൾ നമ്മൾ ഇതില് പ്രവർത്തിച്ചിരുന്നവരാണെങ്കിലോ, അങ്ങനെയുള്ളവരാണെങ്കിലോ ആ ബഡ്ജറ്റ് എങ്ങനെ, എത്ര വർഷം നമ്മൾ ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിലോ ഏത് തരത്തിലുള്ള, അതായത് മുൻപരിചയോ, നമുക്ക് ഇതിൽ വല്ല മുൻപരിചയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ബഡ്ജറ്റ് തയ്യാറാക്കുന്നത് കുറച്ചും കൂടി ആക്യുറേറ്റ് ആവില്ലേ? ആണോ? അതെ, കറക്റ്റ് കോസ്റ്റ് ഓരോന്നിന്റെയും അറിയാൻ പറ്റും അല്ലെ? അത് തന്നെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. മാർക്കറ്റിംഗ് ബഡ്ജറ്റ് വിൽ ബി ഡിഫറെന്റ് ബൈ ദ ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ്. ഏത് തരത്തിലുള്ള മാർക്കറ്റിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്, അതായത് മാർക്കറ്റില് ഏത് തരത്തിലുള്ള പ്രവൃത്തിയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു പുതിയതായിട്ടുള്ള ഒരു പ്രവൃത്തി, അതാണ് മാർക്കറ്റ് പ്രാക്ടീസ്, ഒരു പുതിയതായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെങ്കിൽ അപ്പോ ഒരു ബഡ്ജറ്റ് വ്യത്യസ്തമായിരിക്കും അല്ലെ?
അതല്ല ദ ഏജ് ഓഫ് എ പ്രാക്ടീസ്, എത്ര വർഷം ഈ ഒരു പ്രവർത്തനം ചെയ്ത് നമുക്ക് പഴക്കമുണ്ട്, അല്ലെങ്കിൽ എത്ര വർഷമായിട്ട് ഈ ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അപ്പോഴും ബഡ്ജറ്റിൽ വ്യത്യാസം വരില്ലേ? ആദ്യം ഉണ്ടാക്കിയ ബഡ്ജറ്റ് ആയിരിക്കില്ലല്ലോ. ഇത്ര വർഷം പഴക്കമുണ്ട് അല്ലെങ്കിൽ ഇത്ര വർഷം നമ്മളെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഉണ്ടാകുമ്പോ ചെയ്യുന്നത് ആണല്ലോ. ആൻഡ് will be different by the type of mark. എന്താണ്? and if the practice has marked before, ഇനി എന്താ, ഇതിന് മുൻപ് ഈ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെ, ചിലർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത പ്രവൃത്തിയാവാം, അല്ലെങ്കിലോ ചിലപ്പോ മുൻപ് എപ്പോഴെങ്കിലും ഇതവർ കുറച്ച് നാള് ചെയ്തൊരു എക്സ്പീരിയൻസ് ഉണ്ടാവാം അല്ലെ, അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ളതാവാം, അല്ലെങ്കിൽ അവർക്ക് ഇതിൽ പഴക്കമുള്ള ഒരു ാവാം, അല്ലെങ്കിൽ ഒരു പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒരു മാർക്കറ്റ് ബഡ്ജറ്റ് ആയിരിക്കാം തയ്യാറാക്കുന്നത്. അങ്ങനെയുള്ള ഓരോ കണ്ടീഷനെ ബേസ് ചെയ്തും മാർക്കറ്റിംഗ് ബഡ്ജറ്റുകൾ വ്യത്യസ്തമായിരിക്കും. ആണോ? ഈ ഓരോ സിറ്റുവേഷനിലും ഉള്ള ആളുകൾ തയ്യാറാക്കുന്ന ബഡ്ജറ്റുകൾ എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കില്ലേ? വ്യത്യസ്തമായിരിക്കുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ആണോ? ആയിരിക്കില്ലേ? അതെ, അതിൽ കൂടുതൽ പരിചയമുള്ളവരാണെങ്കിൽ അത് കൃത്യമായിട്ടുള്ള കോസ്റ്റും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പൊ അതിനനുസരിച്ച് അവർക്ക് ഒരു ബഡ്ജറ്റ് തയ്യാറാക്കാനും സാധിക്കും. അതേസമയം ആദ്യമായിട്ട് വരുന്നവരാകുമ്പോൾ അവർക്കൊരു ഏകദേശ കണക്കും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. അത് വെച്ച് അവർ ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോൾ എപ്പോഴും ആ ബഡ്ജറ്റ് ഇത്തിരി കൂടുതൽ തന്നെയായിരിക്കും അല്ലെ. അതാണ് അവിടെ പറയുന്നത്. ക്ലിയർ ആയോ സെന്റൻസ്? So there is no standard for how much a practice should take. അതുകൊണ്ട് തന്നെ ഇവിടെ എത്ര രൂപ നമുക്ക് ചിലവഴിക്കേണ്ടതായിട്ട് വരും അല്ലെ, എത്ര രൂപ ഇതിന് ചിലവഴിക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോൾ എത്ര രൂപ നമ്മൾ ഈ ഒരു സാധനം അല്ലെങ്കിൽ ആ ഒരു ബിസിനസിന് വേണ്ടി ചിലവഴിക്കേണ്ടതായിട്ട് വരും എന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ മൊത്തത്തിൽ ഒരു പ്രത്യേക സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു മാനദണ്ഡങ്ങളൊന്നും നമുക്കിവിടെ പറയാൻ പറ്റില്ല. കാരണം എന്താ, അത് ഓരോരുത്തരുടെയും എക്സ്പീരിയൻസിനനുസരിച്ച്, ചില എക്സ്പീരിയൻസ് ഇല്ലാത്തതനുസരിച്ച് ഒക്കെ വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു മാനദണ്ഡം, ഇത്ര ബഡ്ജറ്റ് നിങ്ങൾ എടുക്കണം അല്ലെങ്കിൽ ഇതിനുള്ളിലാണ് ചെയ്യാൻ പാടുള്ളൂ എന്ന രീതിയിലുള്ള ഒരു സ്റ്റാൻഡേർഡോ മാനദണ്ഡങ്ങളോ ഈ ഒരു പ്രവൃത്തിക്കും നമുക്ക് വെക്കാനായിട്ട് പറ്റില്ല അല്ലെ. അത് ഓരോരുത്തരുടെയും അവരുടെ കണ്ടീഷൻ അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും അല്ലെ. പ്രാക്ടീസ് ഈസ് ന്യൂ, ഇനി ഈ ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ ഈ ചെയ്യുന്ന ഒരു ബിസിനസ് എന്ന് പറയുന്നത് പുതിയതാണെങ്കിൽ we can hope to spend 10% or more of our annual gross income the first year we carry out the plan. എന്താണ്, ഒരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തവരാണെങ്കിൽ അറിയാം, നമുക്ക് ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടത് വരും, കുറച്ച് നമ്മൾ ആദ്യം തന്നെ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരില്ലേ, നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് മുതൽ മുടക്കി എടുക്കേണ്ടതായിട്ട് വരില്ലേ? വരുമോ? ഉണ്ടാവും അല്ലെ. സ്വാഭാവികമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ആദ്യം തന്നെ നമുക്ക് കുറച്ച് മുതൽ മുടക്കായിട്ട് ഇറക്കേണ്ടതായിട്ട് വരും അല്ലെ, സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. നോക്കിയേ, ഈ പ്രാക്ടീസ് ഈസ് ന്യൂ, ഈ ഒരു പ്രവൃത്തി നമ്മൾ ഒരു ബിസിനസ് നമ്മൾ പുതിയതായിട്ടാണ് ചെയ്യാൻ പോകുന്നതെങ്കിൽ we can hope to spend 10% or more of our annual gross income. അതായത് നമ്മൾ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഒരു വർഷമാവുമ്പോ നമുക്ക് കിട്ടുന്ന മൊത്ത വരുമാനത്തിന്റെ 10% അല്ലെങ്കിൽ അതിൽ കൂടുതലോ നമ്മുടെ ഈ ഒരു പ്ലാൻ ഔട്ട് ചെയ്യുന്നത്, ക്യാരി ഔട്ട് ചെയ്യുന്ന സമയത്ത്, ആദ്യം തന്നെ ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ചിലവാക്കേണ്ടതായിട്ട് വരും അല്ലെ. നമുക്ക് അവിടെ പ്രോഫിറ്റോ കാര്യങ്ങളോ കിട്ടിയിട്ട് ഞാൻ അവിടെ പൈസ മുടക്കാം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ആദ്യം നമ്മൾ കുറച്ച് മുതൽ മുടക്ക് ഇടക്കേണ്ടതായിട്ട് വരും. അത് എത്ര ശതമാനം എന്നാണ് പറയുന്നത്? നമ്മൾ ആ ഒരു ബിസിനസ് ആരംഭിച്ച് ഒരു വർഷം കഴിയുമ്പോ നമുക്ക് കിട്ടുന്ന മൊത്ത വരുമാനത്തിന്റെ ഒരു 10% അല്ലെങ്കിൽ അതിൽ കൂടുതലോ നമ്മൾ ആദ്യം തന്നെ ഇതിനു വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. മനസ്സിലായോ? എന്താണുള്ളത്? മനസ്സിലായോ? ഓക്കെ ആണോ? വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ഡിറ്റർമൈൻ എ ബഡ്ജറ്റ്, വേഗം ഒന്ന് വായിച്ചു നോക്കിയേ.
ഓക്കെ ആണോ? ഡിറ്റർമൈൻ ബഡ്ജറ്റ് ക്ലിയർ ആണോ? ഓക്കെ ആണെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവാണ്. ഡെവലപ്പ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. ഇനി എന്തൊക്കെ മാർക്കറ്റിംഗ് തന്ത്രങ്ങളാണ് ഡെവലപ്പ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ വികസിപ്പിക്കേണ്ടത്? വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത് കേട്ടോ. സം ഓഫ് ദ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മളൊരു സർവീസ് ഒക്കെ കൊണ്ടുവരുമ്പോൾ ആ ഹോസ്പിറ്റലിൽ നമുക്ക് എന്തൊക്കെ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഡെവലപ്പ് ചെയ്യാം അല്ലെങ്കിൽ നടപ്പിലാക്കാം, അതാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ നോക്കിയേ, പ്രൊവൈഡ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ട്രെയിനിങ് സെഷൻസ് ടു സ്റ്റാഫ്. അതായത് ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു പേഷ്യന്റ് വരുമ്പോ അവരെ എല്ലാ രീതിയിലും അവരെ സാറ്റിസ്ഫൈഡ് ആക്കണം, അല്ലെ? സംതൃപ്തിയോട് കൂടി ആയിരിക്കണം അവരവിടെ നിന്ന് തിരിച്ചു പോവേണ്ടത് ആണല്ലോ. അതിനു വേണ്ടി ഇങ്ങനെ പേഷ്യൻസിനെ ഇവര് സാറ്റിസ്ഫൈഡ് ആക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ട്രെയിനിങ് ആർക്ക് കൊടുക്കണം? ആർക്കാ അവിടെ ട്രെയിനിങ് സെഷൻസ് കൊടുക്കേണ്ടത്? പേഷ്യൻസിനാണോ കൊടുക്കേണ്ടത്? അല്ല, അവിടുത്തെ ജീവനക്കാർക്ക്, അല്ലെ? അവിടുത്തെ സ്റ്റാഫുകൾക്ക് ഈ വരുന്ന ഓരോ പേഷ്യൻസിനെയും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ട്രെയിനിങ്ങുകള് സെഷൻസ് എന്ത് ചെയ്യുക? പ്രൊവൈഡ് ചെയ്യുക. മനസ്സിലായല്ലോ ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തത്, ഡെവലപ്പ് എ പേഷ്യന്റ് സെൽഫ് ഷെഡ്യൂളിംഗ് സിസ്റ്റം വിത്തിൻ ദ പ്രാക്ടീസ്. ഇനി എന്താണ്? 2 പോയിന്റ്സ് നമുക്ക് പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഡെവലപ്പ് എ പേഷ്യന്റ് സെൽഫ് ഷെഡ്യൂളിംഗ് സിസ്റ്റം, അതായത് അവർക്ക് സ്വന്തമായിട്ട് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം വിത്തിൻ ദ പ്രാക്ടീസ്. അതായത് നമ്മളൊരു അപ്പോയിന്റ്മെന്റുകളൊക്കെ എടുക്കുമ്പോൾ നിങ്ങൾ ഇപ്പൊ എങ്ങനെയാ അപ്പോയിന്റ്മെന്റ് എടുക്കാറ്? ഫോൺ കോളിലൂടെ അല്ലാതെ ഇപ്പൊ ഒത്തിരി വെബ്സൈറ്റുകളൊക്കെ അവർ കൊടുത്തിട്ടുണ്ടാവും. ഓൺലൈനായിട്ട് അപ്പോയിന്റ്മെന്റ് എടുക്കാൻ പറ്റാറില്ലേ? ഉണ്ടോ? ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റാറില്ലേ? അതെന്തിനു വേണ്ടിയാ? ടു ഗെറ്റ് റിഡ് ഓഫ് ദ നീഡ് ടു ടെലിഫോൺ ദ ഓഫീസ് ഫോർ ആൻ അപ്പോയിന്റ്മെന്റ്. അതായത് അവരുടെ ആ ഒരു ആവശ്യകത, അതായത് ഒരു ടെലിഫോണിലൂടെയൊക്കെ നമ്മൾ ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോൾ ഒത്തിരി ചില സമയത്ത് നമ്മൾ ഒരുപാട് നമ്മളെ വെയിറ്റ് ചെയ്യിപ്പിക്കാറുണ്ട്. ചിലപ്പോൾ നമുക്ക് ഫോൺ കോൾ വിളിച്ച് ചിലപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്യാറ് പോലും ഇല്ല, അല്ലെ? ചിലപ്പോൾ നമുക്ക് കണക്ട് ആയി കിട്ടില്ല. നമുക്ക് കൃത്യമായിട്ടുള്ള ആ ഒരു നമ്പറോ കാര്യങ്ങളോ ടോക്കണോ ഒന്നും ചിലപ്പോൾ അപ്പോയിന്റ്മെന്റിലൊന്നും കൃത്യസമയത്ത് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് പേഷ്യൻസിന് സ്വന്തമായി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം, ടെലിഫോൺ അല്ലാതെ നമുക്ക് വെബ്സൈറ്റുകളിലൂടെ ഓൺലൈനായിട്ട് അവർക്ക് സ്വന്തമായിട്ട് അവർക്ക് മറ്റാരുടെയും സഹായമോ ഒരു ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, അല്ലെ? അപ്പൊ അവർക്ക് സ്വയം എന്ത് ചെയ്യാം? അങ്ങനെയുള്ള കൃത്യസമയത്ത് അവർക്ക് ആവശ്യമായ സമയം നോക്കി ആവശ്യമായ ഡേറ്റ് നോക്കി ഏത് ഡോക്ടറെയാണ് വേണ്ടത് അവരുടെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് അവർക്ക് സ്വയമേ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം കൊണ്ടുവരിക, അല്ലെങ്കിൽ വികസിപ്പിക്കുക. മനസ്സിലായോ? ഈ രണ്ടെണ്ണവും പേഷ്യൻസിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. ക്ലിയർ ആണോ? 2 പോയിന്റ്സ് നമുക്ക് ഇന്ന് പറയാം. അടുത്ത ക്ലാസ്സിൽ വരുമ്പോ അതൊന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കിയൊന്ന് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പൊ ഇനി നെക്സ്റ്റ് ക്ലാസ് നിങ്ങൾക്ക് ഉണ്ടാവില്ല. നെക്സ്റ്റ് ക്ലാസ് വന്ദന മാം ആയിരുന്നോ? വന്ദന മാം ആയിരുന്നില്ലേ? മാമിന് ഒരു ചെറിയ ഒരു ആക്സിഡന്റ് പോലെ വന്നിട്ട് മാമിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുകയാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എന്നാലും ഡോക്ടറെ അടുത്ത് പോയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ക്ലാസ്സേ ഉണ്ടാവുള്ളൂ. അടുത്ത ക്ലാസ് ഇന്ന് ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, താങ്ക് യു. Thank you, ma'am.